നമുക്ക് ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാം. आज के मनन के लिए हम मत्ती रचित सुसमाचार उसका 13वां अध्याय उसके 24वें पद की तरफ अपने ध्यान को मोड़ेंगे. मत्ती 13वां अध्याय उसके 24वां पद. यीशु ने उन्हें एक और दृष्टांत दिया. स्वर्ग का राज्य उस मनुष्य के समान है जिसने अपने खेत में अच्छा बीज बोया. ഇന്ന് രാവിലെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നല്ല വിത്ത് എന്ന ആ ഒരു ഭാഗമാണ്. आज सुबह के समय परमेश्वर में आश्रित होकर मैं आपसे इस बात को बताना चाहता हूँ इस अच्छे बीज के विषय में. നമ്മുടെ കർത്താവ് തന്നെ വിത്തിന് പല അർത്ഥങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അർത്ഥങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും. हमारे परमेश्वर ने खुद इस बीज के विषय में अनेक अर्थ हमें बताकर दिए हैं. उन्हीं में रहकर मैं कुछ संदेश बोलना चाहूँगा. ഇവിടെ കർത്താവ് പറയുന്ന വാക്യത്തിലെ നല്ല വിത്തിന്റെ അർത്ഥം കർത്താവ് തന്നെ പറയുന്നുണ്ട് 38-ാമത്തെ വാക്യത്തിൽ. इस वाक्य में जिस अच्छे बीज के विषय में हमने पढ़ा उसके 38वें पद में परमेश्वर खुद उसके अर्थ को बखान करते हैं. 38-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരാണ്. वहां पर इस प्रकार पढ़ते हैं खेत संसार के हैं, अच्छा बीज राज्य की संतान है. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് വിത്തിനെ കുറിച്ച് പറഞ്ഞത് ദൈവവചനം എന്നാണ്. लूका रचित सुसमाचार उसके 8वें अध्याय और उसके 11वें पद में हम पढ़ेंगे उस पद को. दृष्टांत का अर्थ यह बीज परमेश्वर का वचन है. എന്നാൽ ഇവിടെ കർത്താവ് വളരെ വ്യത്യസ്തമായ ഒരു അർത്ഥം പറഞ്ഞ് നമ്മളെ ബോധിപ്പിക്കുന്നത് വിത്ത് പുത്രന്മാരാണ്. लेकिन यहाँ पर एक बहुत ही विशेष अर्थ बीज के विषय में परमेश्वर हमें सिखाते हैं. अच्छा बीज राज्य की संतान है. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് ഈ വാക്യം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. इसीलिए यहाँ पर इस अध्याय में जिस अर्थ का बखान किया गया है उसमें रहकर मैं कुछ संदेश पेश करना चाहूँगा. ഈ വിത്തിന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം നല്ല വിത്ത് എന്നാണ്. इस बीज के विषय में बताई गई सबसे पहली बात वो ये है एक अच्छा बीज. വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും ആ വിത്തിനെ ദൈവം കാണുന്നത് ഏറ്റവും നല്ലതായിട്ടാണ്. बीज राज्य की संतान है और परमेश्वर उस बीज को एक अच्छे बीज के रूप में देखता है. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആദ്യത്തെ പോയിന്റ്, ഈ വിത്തിനെ നല്ലതാക്കിയത് നമ്മുടെ കർത്താവാണ്. और अगर ऐसा है तो मैं पहली बिंदु इस प्रकार कहना चाहूंगा इस बीज को अच्छा हमारे परमेश्वर ने किया है. ഈ വിത്ത് എപ്പോഴാണ് നല്ലതായിട്ട് കാണാൻ സാധിക്കുന്നത്? അത് കർത്താവിന്റെ കയ്യിൽ വന്നപ്പോഴാണ് അത് നല്ലതായി മാറിയത്. इस बीज को किस प्रकार उस अच्छेपन में आने का अवसर मिला जब ये बीज परमेश्वर के हाथों में आ गया. അനേക വിത്തുകൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് കർത്താവ് ചില വിത്തുകളെ തനിക്കായിട്ട് വേർതിരിച്ചു മാറ്റി. जहां पर अनेक बीज थे वहां से कुछ बीजों को परमेश्वर ने अपने लिए चुनकर अलग कर दिया. ആ വിത്തുകൾക്ക് ഇന്ന് ഒരു വളരെ പ്രത്യേകതയുള്ളത് അത് നല്ല വിത്തുകളാണ്. आज उन बीजों की प्रत्येकता यह है कि वो अच्छे बीज हैं. ഒരുപക്ഷെ കർത്താവിന്റെ കയ്യിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ വിത്തുകളൊക്കെ പതിരായിട്ട് തന്നെ പോകുമായിരുന്നു. अगर ये बीज परमेश्वर के हाथों में नहीं आते तो वो शायद नष्ट हो जाते. നമുക്കറിയാം, ഉമയാണെങ്കിൽ പോലും അതിന് വിലയുണ്ട്, എന്നാൽ പതിരിന് യാതൊരു വിലയുമില്ല. हम जानते हैं कि इस बीज के अन्य रूपों में जाएंगे अगर वो फल रहित होने की संभावनाएं हैं. നാം വായിക്കുന്നത് പോലെ ഈ പതിരിനെ എല്ലാം കൂട്ടിച്ചേർത്ത് തീയിലിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അന്ത്യമായിട്ട് ഇരിക്കുന്നത്. ये बीज के अलावा बाकी सारे चीजें जो हैं वो उस आग में डालकर जला दिए जाते हैं. എന്നാൽ ദൈവമക്കളെ ഇന്ന് രാവിലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും കർത്താവ് നല്ല വിത്തുകളാക്കി മാറ്റി. लेकिन आज सुबह के वक्त जो हम ध्यान कर सकते हैं हम सबको परमेश्वर ने अच्छे बीज के रूप में बदल दिया है. ആ നല്ല വിത്ത് എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മുടെ സ്വാഭാവികമായൊരു ഗുണമല്ല. ये अच्छा बीज जो है हमारा स्वाभाविक कोई गुण विशेष नहीं.
അത് കർത്താവ് നമുക്ക് വരുത്തി തന്നതാണ്. 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ നല്ലതായിട്ട് മാറുന്നു. परमेश्वर ने उस प्रकार उसे हमारे जीवन में बना कर दिया है, जिस प्रकार हम वचन में पढ़ते हैं, जो कोई प्रभु यीशु मसीह में है वो अच्छे बीज के रूप में बन जाता है। അങ്ങനെയെങ്കിൽ എന്നാ ഇന്ന് രാവിലെ മനസ്സിലാക്കേണ്ടത്, കർത്താവേ എന്നെ അവിടുന്ന് നല്ല വിത്താക്കിയാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. आज सुबह के समय जो हमें ध्यान करना वो ये है, इस दुनिया में हमें अच्छे बीज के नाई परमेश्वर ने रखा। ഞാൻ ഒരു പതിര് പോലുള്ള ഒരവസ്ഥയിൽ ജീവിച്ച ആളായിരുന്നു. എന്നിൽ ബലമില്ലായിരുന്നു, എന്നിൽ ശക്തിയില്ലായിരുന്നു, എനിക്ക് ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലായിരുന്നു, എന്നിൽ യാതൊരു ഗുണവുമില്ലാതിരുന്നു. എന്നാൽ അങ്ങേ തെരഞ്ഞെടുത്ത് അങ്ങയുടെ വകയാക്കി തീർത്തപ്പോൾ, അങ്ങയുടെ കയ്യിൽ എന്നെ എടുത്തപ്പോൾ എനിക്കൊരു ഗുണമുണ്ടായി. ആ ഗുണത്തിന്റെ പേരാ നല്ലത് എന്ന് പറയുന്നത്. मैं बलहीन था, मैं नष्ट होने लायक था, मेरे अपने में कोई खूबी नहीं थी, मैं अपने आप में निर्बल था, लेकिन वहां से उठाकर परमेश्वर के हाथों में लेकर मुझे अच्छा बीज परमेश्वर ने बना डाला। എന്താ യോഹന്നാൻ നമ്മളെ കുറിച്ച് പറയുന്നത്? കർത്താവ് അവിടെ പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. क्या यूहन्ना कहता है हमसे उसके वचन में, परमेश्वर ने हमें चुना है, हमने उसे नहीं चुना। അങ്ങനെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ നമുക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാം ഓരോരുത്തരും നല്ലതായിട്ട് മാറി. जब प्रभु ने हमें चुन लिया तो हमें जो विशेषता मिली वो ये कि हम अच्छे बन गए। ഇനി രണ്ടാമത്തെ കാര്യം, ഈ നല്ല വിത്തിന് കൊടുത്ത പേരാണ്. दूसरी बात, इस जो अच्छे बीज को जो नामकरण परमेश्वर ने किया। ഒന്നാമത്തെ പേര് നമ്മളൊന്ന് കണ്ടു, അത് ഈ വിത്തിന്റെ പേര് നല്ലതെന്നാ. सबसे पहला नाम जो हमने देखा वो है ये अच्छा है। ഇനി 38 വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 13 വാക്യം. അവിടെ ഈ വിത്തിന് കൊടുത്തിരിക്കുന്ന പേര് വിത്ത് പുത്രന്മാർ എന്നാണ്. और 38वें पद में जब हम आते हैं उस अध्याय के, वहां पर दूसरे नाम को हम देखते हैं, अच्छा बीज राज्य की संतान है। ഈ വിത്തിന് കർത്താവ് ഒരു പേരെന്ന് നൽകി. ആ പേര് പുത്രന്മാരും പുത്രിമാരും എന്നാണ്. परमेश्वर ने इस बीज को एक और नाम दिया है, वो है उसकी संतान, उसके पुत्र और पुत्री। കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന അതാണ്, അവന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ, അവന്റെ പുത്രിമാരെന്ന് വിളിക്കപ്പെടുവാനുള്ള ഒരു മഹാഭാഗ്യം ജീവിതത്തിലുണ്ടായി. परमेश्वर के सम्मुख आने से जो सबसे बड़ा सौभाग्य हमें मिला है वो ये है, आज हम उसके पुत्र और उसकी पुत्री बुलाने लायक बन गए हैं। അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അവന്റെ പുത്രന്മാരാകുവാനുള്ള അധികാരം നമുക്ക് ലഭിച്ചു. उसको स्वीकार कर कर उसके नाम पर जो विश्वास रखते हैं उन सबको, हर एक को उसके संतान होने का अवकाश मिला है। ഈ വിത്തിന് ലഭിച്ച മൂന്നാമത്തെ പേര് 43 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്മാർ. उसके तीसरे नाम को, इस बीज के तीसरे नाम को हम 43वें पद में पढ़ते हैं, उस समय धर्मी ने अपने पिता के राज्य के सूर्य के सामने चमके। നീതിമാന്മാർ. उसे एक धर्मी के रूप में हम देखते हैं। ഈ വിത്തിന് ദൈവം കൊടുത്ത മറ്റൊരു പേരെന്ന് പറയുന്നത് നീതി ലഭിച്ചവരെന്നാണ്. एक तीसरा नाम जो इस बीज को मिला वो ये है, जो इसको धर्मी ठहराए गए। നമുക്കറിയാം, നമ്മുടെ നീതീകരണത്തോടനുബന്ധിച്ച് സംഭവിച്ചത് ദൈവം നമ്മളെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയായിരുന്നു. हमारे उस परमेश्वर ने किस प्रकार हमें धर्मी ठहराया, हमें उस प्रकार धर्मी के रूप में परमेश्वर ने प्रस्तावित किया। നീതിയില്ലാതിരുന്ന, ദുഷ്ടതയാൽ നിറഞ്ഞിരുന്ന നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവ് പിതാവായിരിക്കുന്ന ദൈവം ഡിക്ലെയർ ചെയ്ത, പ്രഖ്യാപിച്ച ഒരു വലിയ കാര്യമാണ്, ഈ ആളുകളെല്ലാം ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായി വിശുദ്ധന്മാരായി മാറി. जो हम धर्म के मार्ग पर नहीं थे, हम जो अशुद्ध थे और उस प्रकार परमेश्वर के सम्मुख आने के योग्य नहीं थे, उस प्रकार के लोगों को परमेश्वर के पुत्र में, प्रभु यीशु मसीह में उसने धर्मी ठहरा कर रख दिया है। രണ്ടാമത് നമ്മൾ എന്താ കണ്ടത്? ഈ വിത്തിന്റെ പേരുകൾ. इस बीज के नामों को हमने देखा। ഈ വിത്തിന് ദൈവം പേര് ചൊല്ലി എന്ന് വിളിക്കുക. इन बीजों को परमेश्वर नाम से आज पुकारते हैं। ഇന്ന് ആ വിത്തുകളെ ദൈവം നോക്കിയിട്ട് പറയുന്നു, ഇവർ എന്റെ വകയാണ്. परमेश्वर आज इन बीजों को देखकर कहते हैं ये मेरे खुद के हैं। ഈ വിത്തുകൾ, ഈ ആളുകൾ ഇന്ന് എന്റെ സ്വന്തമാണ്, അതുകൊണ്ടാണ് പുത്രന്മാരെന്ന് വിളിക്കുന്നത്. ये मेरे अपने हैं, इसलिए मैं उन्हें संतान कहकर बुलाता हूं। ഇബ്രാഹിം പറയുന്നത്, അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ, പുത്രന്മാരെന്ന് വിളിക്കുവാൻ ദൈവം മടി കാണിക്കുന്നില്ല.
इब्राहिम की पत्री में हम इस प्रकार पढ़ते हैं, उन्हें अपने भाइयों के रूप में बुलाने में, अपनी संतान के रूप में बुलाने में परमेश्वर का कोई हिचक नहीं। ഇവരെന്റെ മക്കളെന്ന് പറയുവാൻ ദൈവം അഭിമാനിക്കുകയാണ്. हमें अपनी संतान बुलाने में परमेश्वर बहुत ही प्राउडी लेते हैं। ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം, ഈ വിത്തിനെ ആക്കിയിരിക്കുന്ന സ്ഥലം. तीसरी विषय के और हम जाएंगे, इस बीज को परमेश्वर ने कहाँ रखा है। 38ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ വിത്തിനെ ആക്കിയിരിക്കുന്നത് ഈ ലോകത്തിലാണ്. 38वें पद में हम पढ़ते हैं, इस बीज को परमेश्वर ने इस संसार में रखा है। ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകം നല്ലതെന്ന് പറയുവാൻ കഴിയില്ല. हम इस संसार के विषय में जानते हैं, उसे हम अच्छा कहकर नहीं पुकार सकते हैं। വിത്തിനെ കുറിച്ച് നമ്മൾ കണ്ടത്, വിത്തിനെ ദൈവം നല്ലതായിട്ട് കണ്ടു. बीज के विषय में हमने पढ़ा, परमेश्वर उसे अच्छे बीज के रूप में जानते हैं। നല്ലതായ വിത്തിനെ നല്ലൊരു സ്ഥലത്തല്ല കർത്താവാക്കിയത്. इस अच्छे बीज को एक अच्छी जगह पर नहीं रखा गया है। നല്ല വിത്തിനെ മോശം സ്ഥലത്താക്കിയിരിക്കുക. अच्छे बीज को एक बुरी जगह पर रखा गया है। എങ്ങനെയായിരുന്നു വരേണ്ടത്? നല്ല വിത്തിനെ എടുത്ത് നല്ല സ്ഥലത്താക്കണമായിരുന്നു. कैसा होना चाहिए था? अच्छे बीज को अच्छी जगह पर रखना चाहिए था। എന്നാൽ ഈ നല്ല വിത്തിനെ എടുക്കുന്നതിനും ഈ ലോകത്തിലും ആക്കുന്നതിനും ഇടയ്ക്കൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാം. लेकिन इस अच्छे बीज को लेने में और उसे इस बुरे संसार में रखने के बीच में एक बात जरूर हुई है, उसको आज सुबह हम देखेंगे। നമ്മെ ഈ ലോകത്തിൽ നിന്ന് എടുത്തിട്ട് ദൈവം നമുക്കൊരു സ്ഥാനം തന്നിരുന്നു. അതാണ് സ്വർഗസ്ഥാനം. हमें इस संसार से लेकर परमेश्वर ने एक स्थान हमें दिया है, वो है स्वर्ग का स्थान। യോഹന്നാന്റെ സുവിശേഷം 17ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, ഇവർ ലൗകികന്മാരല്ല. यूहन्ना की पत्री उसके 17वें अध्याय में पढ़ते हैं, ये इस संसार के नहीं है। എന്റെ പിതാവേ, ഈ ആളുകൾ ഈ ലോകത്തിലുള്ളവരല്ല. है मेरे पिता, ये जो लोग हैं इस संसार के लोग नहीं हैं। രക്ഷിക്കപ്പെട്ട ആളുകൾ, കർത്താവിനെ അറിഞ്ഞ ആളുകളെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവർ ഈ ലോകത്തിലുള്ളവരല്ല, അവർ സ്വർഗത്തിലുള്ളവരാണ്. जो लोग उद्धार पाए हैं, जो लोग परमेश्वर को जानते हैं, उनके विषय में परमेश्वर कहता है इस लोक के नहीं, वो उस स्वर्ग स्थान के हैं। അത് മനസ്സിലാക്കിയ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3ാമത്തെ 20ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? നമ്മുടെ പൗരത്വമോ स्वर्गतिलागुनु। इस बात को जब पौलुस ने समझा, वो फिलिपियों की पत्री में लिखता है कि हमारी जो नागरिकता है वो स्वर्ग में है। അവ എല്ലാ വിശ്വാസികളും സ്വർഗത്തിലുള്ളവരാണ്, സ്വർഗത്തിലേക്കുള്ളവരാണ്. सारे विश्वासी इसलिए स्वर्ग के हैं, स्वर्ग के वारिस हैं। അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പറയാം, ഈ ലോകത്തിൽ നിന്ന് എടുത്ത വിത്തുകളെ, ആളുകളെ സ്വർഗത്തിൽ കർത്താവ് ഇരുത്തി. और आज मैं इस प्रकार कहना चाहूंगा, इस संसार के बीजों को लेकर परमेश्वर ने स्वर्ग में बैठाया है। സ്വർഗത്തിൽ ഇരുത്തിയത് പോരാ, നമുക്ക് സ്വർഗത്തിന്റെ പൗരത്വം തന്നു. ऐसा ही नहीं कि स्वर्ग में बैठाया हो, वहां की नागरिकता हमें दी है। നമ്മളെ സ്വർഗീയന്മാരായിട്ട് കർത്താവ് കണ്ടു. हमें स्वर्गीय लोगों के रूप में परमेश्वर ने देखा। ഇനി അടുത്തത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 17ാം അധ്യായം 18ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 17:18. अगली बात यूहन्ना रचित सुसमाचार 17वां अध्याय उसके 18वें पद की ओर हम आएंगे। यूहन्ना 17 का 18। നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എവിടെ എന്താ കർത്താവ് പറയുന്നത്? ഞാൻ അവരെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു, അവർക്ക് ഞാൻ സ്വർഗത്തിൽ ഒരു സ്ഥലം കൊടുത്തു, ഞാൻ സ്വർഗത്തിൽ എന്നോടൊപ്പം അവരെ ഇവിടെ ഇരുത്തി. എന്നിട്ട് ഇപ്പോൾ കർത്താവ് പറയുകയാണ്, അവിടെ നിന്ന്, എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന് ഞാൻ അവരെ ഇനി ഭൂമിയിലേക്ക് അയക്കുകയാണ്. हम जानते हैं परमेश्वर ने हमें इस संसार से लिया और हमें एक स्वर्ग में स्थान दिया, लेकिन इस पद में हम इस प्रकार पढ़ते हैं, जैसे तूने मुझे जगत में भेजा वैसे ही मैं भी उन्हें जगत में भेजता हूं। स्वर्ग में जब मैं बैठाया, वहां से हमें इस जगत की तरफ फिर से परमेश्वर भेजते हैं। അങ്ങനെയെങ്കിൽ ഓരോ ദൈവമക്കളും ഇന്ന് രാവിലെ മനസ്സിലാക്കേണ്ടത്, എന്നെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ്. इसीलिए आज सुबह हर एक परमेश्वर के जन को इस बात को समझना है, हमें स्वर्ग से इस जगत की तरफ हम भेजे गए हैं। എനിക്ക് സ്വർഗം തന്നതാണ്, എനിക്ക് അവിടെ ഒരു സീറ്റ് ഉള്ളതാണ്. എന്നാൽ അവിടുന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്തിനു വേണ്ടിയാ? ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടിയാ. എന്നെ സ്വർഗത്തിന്റെ ഡെലിഗേറ്റ്സ് ആക്കിക്കൊണ്ട്, എന്നെ സ്വർഗത്തിൽ നിന്നൊരു പ്രതിനിധി ആക്കിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ള ആ ആത്മീയ സത്യം എല്ലാ വിശ്വാസികളും മനസ്സിലാക്കണം. हाँ, मुझे परमेश्वर ने स्वर्ग दिया है, वहां पे मेरी कुर्सी वहां पर रखी हुई है, लेकिन आज मुझे स्वर्ग से इस जगत में परमेश्वर ने उसके स्थान देकर मुझे भेजा गया है। इस बात को हमें समझना है। അങ്ങനെയാണ് ഇപ്പോൾ ഈ വിത്തിനെ എവിടെ ആക്കിയിരിക്കുന്നത്? ഈ ലോകത്തിൽ
ലോകത്തിലാക്കിയിരിക്കുന്നത്. इस प्रकार इस बीज को इस संसार में परमेश्वर ने रखा है। ഈ ലോകം നല്ലതായതുകൊണ്ട് ഇവിടെ നമ്മളെ ആക്കിയതല്ല, इसलिए नहीं कि ये संसार अच्छा है, എന്നാൽ ഈ ലോകത്തെ നന്നാക്കുന്നതിന് ഇവിടെ നമ്മളെ ആക്കിയതാണ്. लेकिन इस संसार को अच्छा बनाने के लिए हमें यहाँ पर रखा है। അവൻ നമ്മെ നല്ലതാക്കിയതുപോലെ ഈ ലോകത്തിലുള്ള അനേകരെ നല്ലതാക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്നിട്ട് ഇവിടെ നമ്മളെ ആക്കിയിരിക്കുന്നു. जिस प्रकार परमेश्वर ने हमें अच्छा बनाया, उस प्रकार इस संसार के अनेक लोगों को अच्छा बनाने के लिए हम सबको इस संसार में ही परमेश्वर ने रखा है। അതുകൊണ്ട് ആ വചനം പറയും, നിങ്ങൾ പോകണം, പോയി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. इसीलिए वचन इस प्रकार कहता है कि तुम्हें जाना है और तुम जाकर बहुत फल लेकर आना है, അങ്ങനെയുള്ള ഫലങ്ങൾ നിലനിൽക്കണം. और वैसे फल स्थायी रहना चाहिए। അതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം. यही परमेश्वर का हमारे संबंध में सबसे बड़ा उद्देश्य है। മൂന്നാമത് നമ്മൾ കണ്ടത് ഈ വിത്തിനെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ലോകം, ഈ ഭൂമി എന്ന് പറയുന്നത്. वही तीसरी बात हमने देखा, इस बीज को जहां पर रखा है उस जगह का नाम है ये संसार, ये जगत। അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകവുമായിട്ട് വലിയ പറ്റുമാനമൊന്നും വേണ്ട, ഈ ലോകവുമായിട്ട് നമുക്ക് ബന്ധമില്ല. നാം എപ്പോഴും അവിടെ നിന്നുള്ളവരാണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. इसलिए हमारे मनों में हमेशा जो बात को हमें रखना वो ये है, हम इस संसार में भले ही हों, हमें इस संसार से कोई नाता नहीं, कोई संबंध नहीं, हम स्वर्ग के लोग हैं, ये बात ध्यान में रखना जरूरी है। അതിൽ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് കർത്താവായിരിക്കും. കർത്താവ് എന്താ പറഞ്ഞ, എന്നെ എന്റെ പിതാവ് അവിടെ നിന്ന് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് അയക്കുന്നു. और इसके लिए हमारा जो उदाहरण है वो परमेश्वर प्रभु यीशु मसीह स्वयं है। जिस प्रकार उन्होंने कहा, जैसे मेरे पिता ने मुझे भेजा है उसी प्रकार मैं भी तुम्हें स्वर्ग से यहाँ पर रखा हूं। കർത്താവ് ഭൂമിയിൽ താമസിച്ചപ്പോൾ കർത്താവ് മുഴുവൻ സ്വർഗത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. जब परमेश्वर प्रभु यीशु मसीह इस दुनिया में जीवन बिताए, वो पूर्ण रूप से स्वर्ग के लिए इस संसार में जिए। അവൻ ഇവിടെ വന്ന് സംസാരിച്ചത് സ്വർഗത്തിന് വേണ്ടിയാണ്, ഇവിടെ ഇടപെട്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്, ഇവിടെ ആളുകളെ കണ്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്, ഇവിടെ മനുഷ്യർക്ക് സൗഖ്യം കൊടുത്തത് സ്വർഗത്തിന് വേണ്ടിയാണ്, ഇവിടെ നടത്തിയതെല്ലാം സ്വർഗത്തിന് വേണ്ടി മാത്രമായിരുന്നു. परमेश्वर ने इस दुनिया में आकर जो बातें किया वो स्वर्ग के लिए थी, जो कुछ भी कार्य किया वो स्वर्ग के लिए किया, जिन लोगों से वो मिले और जितने अद्भुत कार्य किए वो सब कुछ स्वर्ग के लिए परमेश्वर ने किया। അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ, കർത്താവേ എന്നെ അവിടുന്ന് അയച്ചതാണ്, എന്നെ ഇവിടുന്ന് എടുത്തു, അവിടെ അങ്ങ് എന്നെ ആക്കി, പിന്നെ അവിടുന്ന് പിന്നെ എന്നെ അയച്ചിരിക്കുന്നു ഈ ലോകത്തിൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ. आज सुबह के समय हम इस मन को इस बात में ध्यान रखें कि हमें इस दुनिया से लेकर उस स्वर्ग में बैठाया, वहां से फिर से हमें इस दुनिया में भेजा है, इस बात को ध्यान में रखें। അതുകൊണ്ട് നാലാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന, എവിടേക്കാണ് നമ്മളെ കർത്താവ്, എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ അയച്ചത്? चौथी बात जो हम देखने जा रहे हैं, परमेश्वर ने हमें क्यों भेजा है। 38 വാക്യത്തിൽ നാം വായിക്കുന്നത്, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. हमने इस प्रकार पढ़ा उसके 38वें पद में, अच्छा बीज राज्य की संतान है। അപ്പൊ എന്തിനു വേണ്ടിയാ നമ്മളെ വിത്താക്കിയത്? ഈ രാജ്യത്തിന് വേണ്ടി നമ്മളെ ആക്കിയതാണ്. हमें क्यों अच्छा बीज बनाया? इस राज्य के लिए बनाया है। സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മളെ ദൈവം നല്ല വിത്താക്കി മാറ്റി. स्वर्ग के राज्य के लिए परमेश्वर ने हमें अच्छे बीज के रूप में बनाया। ഞാൻ പലപ്പോഴും ഓർക്കാനുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്, കർത്താവേ എന്നേക്കാൾ വിദ്യാഭ്യാസം ഉള്ളവർ, എന്നേക്കാൾ ആരോഗ്യമുള്ളവർ, എന്നേക്കാൾ കുലമഹിമയുള്ളവർ, എന്നേക്കാൾ എന്തുകൊണ്ടും എല്ലാമുള്ള ആളുകൾ ധാരാളമുള്ള ഈ മണ്ണിൽ എന്തിന് അങ്ങനെ എടുത്തു? मैं कई बार इस प्रकार अपने विषय में सोचता हूँ, परमेश्वर मुझसे भी जो शक्तिशाली हैं, जो पढ़े लिखे हैं, हर तरीके से मुझसे उन्नति में रहने वाले लोग कितने सारे यहाँ पर इस संसार में हैं, लेकिन मुझे परमेश्वर ने क्यों चुन लिया? ഞങ്ങളുടെ വീട്ടില് 5 മക്കളിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏറ്റവും ബലഹീനൻ ഞാനായിരുന്നു. हमारे घराने में, घर में 5 बच्चे हैं, उसमें सबसे बलहीन मैं था। എന്റെ ചെറിയ പ്രായത്തിൽ എനിക്കൊരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ, അന്ന് ബാലക്ഷയം സംഭവിച്ച് ഞാൻ വീട്ടിൽ എപ്പോഴും രോഗവും പനിയുമായിട്ട് നടന്ന ഒരാളായിരുന്നു. मेरे घर में मैं इस प्रकार याद रखता हूँ, मेरे बचपन में मैं हर समय अनेक रोगों से पीड़ित होकर अपने उस बाल जीवन मैंने बिताया। ഞങ്ങളുടെ സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് കൂവപ്പള്ളിക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിന്റെ പേര് തന്നെ ക്ഷയരോഗ ആശുപത്രി എന്നാ. हम जहाँ पे हमारे जगह में कांजरपल्ली कुवपल्ली में एक अस्पताल है, उस अस्पताल का नाम ही इस प्रकार से कुष्ठ रोगी के लिए जो अस्पताल है। ഇപ്പൊ ആശുപത്രിയുമായി മെന്റൽ ആശുപത്രി ഇപ്പൊ അതിന്റെ പേര്. आज टीबी अस्पताल के रूप में उसे जानते हैं, आज उसका नाम
हाँ, एक मानसिक रोग के रूप में जाना जाता है। ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ അമ്മ എന്നെ പിടിച്ചോണ്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. मैं आज भी याद रखता हूँ, मेरी माता मुझे उस अस्पताल की तरफ ले जाती थी। ഒരു ദിവസം എന്റെ പിതാവ് എന്റെ മാതാവിനോട് അവര് തമ്മിൽ അവരുടെ മുറിയിൽ ഇരിക്കുമ്പോൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടത് ഇങ്ങനെയാണ്. इस प्रकार मैं अपने घर में मेरे पिता ने मेरी माता से इस प्रकार कहते हुए मैंने सुना। എന്റെ അപ്പൻ അമ്മയോട് പറഞ്ഞു നിന്റെ മൂത്ത മകൻ, അങ്ങനെ പറഞ്ഞു, നിന്റെ മൂത്ത മകൻ मेरे पिता ने इस प्रकार अपनी माँ से कहा, तेरा जो बड़ा बेटा है, ഇങ്ങനെ രോഗിയായിട്ട് ഒരു ദിവസം തീരും. तेरा जो बड़ा बेटा है वो इस प्रकार रोग में आगे बढ़कर इस दुनिया से मर मिटेगा। എന്റെ അപ്പൻ അല്ലാത്തതുകൊണ്ടൊന്നുമല്ല, അപ്പൻ അന്നത്തെ ഭാഷ അതാണ്, അപ്പൻ അങ്ങനെ പറഞ്ഞത്. ऐसा नहीं कि वो मेरे पिता नहीं थे, उस समय का प्रयोग इस प्रकार था। എനിക്ക് എന്റെ അപ്പനോട് യാതൊരു വണക്കവുമില്ല. मेरे पिता से मुझे किसी प्रकार की शत्रुता नहीं। ഇന്ന് പിണങ്ങാൻ അദ്ദേഹം ഭൂമിയിലില്ല. आज उस प्रकार मन में रखने के लिए वो इस दुनिया में नहीं है। എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നിന്റെ മൂത്ത മകൻ ഇങ്ങനെ രോഗം വന്നും ചത്തുപോകും. लेकिन उन्होंने इस प्रकार कहा, तेरा जो बड़ा बेटा है वो इस प्रकार रोगी होकर मर मिटेगा। എന്നാൽ അന്നു മുതലോ അതിനു മുമ്പ് മുതലോ എന്റെ മാതാവ് ഒരു കാര്യം തീരുമാനിച്ചു, എന്റെ ഈ മകനെ ദൈവവേലയ്ക്ക് വേണ്ടി അയക്കും. लेकिन शायद उस समय या उससे भी बहुत पहले से मेरी माता ने इस प्रकार मन में ठान लिया कि परमेश्वर के काम के लिए, कार्य के लिए मैं अपने बेटे को समर्पित करूंगी। നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴും സ്കൂളിൽ അസംബ്ലിയിൽ ഏറ്റവും മുമ്പിലാണ് നിൽക്കുന്നത്. കാരണം എപ്പോഴും അസുഖമുണ്ട്, വളർന്നില്ല. और आप इस बात को शायद विश्वास नहीं करेंगे, जब मैं 10वीं कक्षा में था तो मैं असेंबली के लाइन में सबसे आगे खड़ा था, क्योंकि सबसे छोटा था। मुझे किसी प्रकार की कुछ परवरिश मेरे आगे नहीं बढ़ रही। 94-97 ഞാൻ പത്തനംതിട്ട BBA പഠിക്കാൻ വന്ന കാലത്ത് ഞാൻ വളരെ ചെറുതാണ്, ആർക്കും എന്നെ അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തില്ല. 94-97 उस समय में जब मैं BBA में पढ़ने आया तो मैं बहुत छोटा था, कोई आप में से कोई मुझे नहीं जानते हैं। ഇന്നും എന്റെ കൂട്ടുകാർ പറയാറുണ്ട്, നിക്കറിട്ടുകൊണ്ട് വന്നവനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. आज भी मेरे दोस्त इस प्रकार बोलते हैं, एक निकर पहन के ये बंदा आया था। അവിടെ നിന്ന് ഇന്ന് വരെ വന്നിട്ടുള്ളതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കർത്താവ് നല്ലതായിട്ട് തെരഞ്ഞെടുത്ത് അവിടുത്തെ രാജ്യത്തിന് വേണ്ടി നിർത്തിയത് കൊണ്ട് മാത്രമാണ്. उस समय से लेकर आज तक अगर कुछ भी मेरे जीवन में हुआ है वो केवल इसलिए हुआ है क्योंकि परमेश्वर ने चुनकर एक अच्छे बीज के रूप में मुझे बना डाला। എന്റെ അമ്മയുടെ പ്രാർത്ഥന സഫലമായത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോയപ്പോഴാണ്. मेरी माता की जो प्रार्थना है उसका फल तब आया जब मैं परमेश्वर के कार्य के लिए निकला। അന്നത്തെ രീതിയിൽ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഈ പുൽപിറ്റിന്റെ പുറകിൽ നിന്ന് എന്നെ നിങ്ങൾ കാണുകയില്ല. अगर मैं उस तरह उसके जीवन में, पुराने जीवन के रूप में होता तो शायद इस पुलपिट के पीछे आप मुझे नहीं देख पाते। ഇന്ന് എന്റെ 3 സഹോദരന്മാരിൽ പൊക്കം കൂടുതലും എനിക്ക് തന്നെയാ. आज मेरे 3 जो भाई हैं उनमें से सबसे ऊंचा मैं हूं। മറ്റൊന്നും ഞാൻ പറയുന്നില്ല, ദൈവം എന്നെ ഉപയോഗിച്ചു. बाकी कार्यों में बताना नहीं चाहता, परमेश्वर ने मुझे उपयोग किया। ഇന്ന് എനിക്ക് ആ രോഗമില്ല. आज मुझे उस प्रकार का कोई भी रोग नहीं। ഇന്ന് ഞാൻ ആശുപത്രി പോകുന്നില്ല. मैं आज अस्पतालों में नहीं जाता। എന്താ അതിന്റെ അർത്ഥം? അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ദൈവത്തിന് എന്നെ വേണമായിരുന്നു. इन सब चीजों का क्या अर्थ है? परमेश्वर के राज्य के लिए परमेश्वर को मेरी जरूरत। ഒരു പതിര് പോലും ഇവിടെ ഉണ്ടായിരുന്ന എന്നെ ദൈവം തന്റെ കയ്യിലേക്ക് എടുത്തിട്ട് ആ പതിരിനൊരു വിത്താക്കി മാറ്റി എന്നെ ഈ രാജ്യത്തിന്റെ സുവിശേഷീകരണത്തിന് ആക്കിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ സാധിക്കും. जो बिल्कुल निष्फल था, मैं परमेश्वर ने वहां से उठाकर मुझे एक अच्छा बीज बना डाला और परमेश्वर के राज्य की व्याप्ति के लिए मुझे उपयोग करता है। आज मैं इस प्रकार कहना चाहता हूं कि आज तुम्हें भी परमेश्वर उस प्रकार उठाकर बुलाकर उपयोग करना चाहता है। 5 ഈ വിത്തിന്റെ അവസാനം 5वीं बात, इस बीज के अंत को हम देखते हैं। 43ാമത്തെ വാക്യം വായിക്കാം. इसके 43वें पद में हम इस प्रकार पढ़ते हैं, उस समय धर्मी अपने पिता के राज्य में सूर्य के समान चमकेंगे, जिसके कान हो वे सुन ले। എന്താ ഈ വിത്തിന്റെ അവസാനം? ഇവിടെ കർത്താവ് പറയാണ്, അന്ന് ഈ വിത്തുകൾ, നീതിമാന്മാരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പേരാണ്, അങ്ങനെയാണ് അവിടെ ഇങ്ങനെ എഴുതി വായിക്കാം, അന്ന് ഈ വിത്തുകൾ, അന്ന് ഈ ആളുകൾ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ ആരെ പോലെയാകും? സൂര്യനെ പോലെ പ്രകാശിക്കും. हमने इस प्रकार पढ़ा, उस दिन ये जो बीज हैं वे पिता के राज्य में सूर्य के समान चमकेंगे। അതാണ് ഈ വിത്തിന്റെ ഭാവി എന്ന് പറയുന്നത്. ये है इस बीज के आने वाला समय, भविष्य। ഒന്ന്, ഈ വിത്തിനെ ദൈവം ഭൂമിയിൽ നിന്ന് എടുത്തപ്പോൾ അതിന് മറ്റൊരു പ്രത്യേകതകളും ഇല്ലായിരുന്നു. परमेश्वर ने जब इस बीज को इस संसार से लिया उसमें कोई खास बात नहीं थी। ദൈവം നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നുമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മറ്റൊരു പ്രത്യേകതകളും നമ്മളില്ലായിരുന്നു.
परमेश्वर ने जब इस दुनिया में अलग अलग स्थानों से हमें चुन लिया और उद्धार दिया, तब हमें कोई विशेषता नहीं थी। എന്നാൽ ആ വിത്ത്, ആ ആളുകൾ ദൈവ കരങ്ങളിലേക്ക് വന്നപ്പോൾ ദൈവം അതിനെ നല്ലതാക്കി മാറ്റി, ദൈവം അതിന് കഴിവുകൾ നൽകി, ദൈവം അതിന് കൃപകൾ നൽകി, കൃപാവരങ്ങൾ നൽകി, ഈ ഭൂമി നിലനിർത്തി. लेकिन जब वो बीज परमेश्वर के हाथों में आ गए, परमेश्वर ने उन्हें अनेक योग्यताएं दी, बहुत अपनी कृपा से भरपूर कर दिया और उसके लिए उपयोग करने लगे। ആ കയ്യിലിരുന്നു കൊണ്ട് അനേക കാര്യങ്ങൾ ആ ആളുകൾക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. परमेश्वर के हाथों में रहकर अनेक कार्यों को करने के लिए परमेश्वर ने सहायता की। പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിക്കുവാൻ കഴിയാത്തതുമായ അനേക ശുശ്രൂഷകൾ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ചെയ്യിപ്പിച്ചു. जो वो सोच सकते थे, जो उनके सोच से परे थी, उन सब बातों को, बहुत सारी चीजें परमेश्वर ने उनके द्वारा की। ഇനി കർത്താവ് പറയാണ്, ഈ വിത്തുകൾക്ക് നല്ലൊരു അവസാനമുണ്ട്. परमेश्वर अब यहाँ पर इस प्रकार कहते हैं, इस बीज का अंत बहुत ही सुखद है। എന്താ ഇതിന്റെ അവസാനം? क्या है इसका अंत? ഈ വിത്ത്, ഈ വിത്തുകൾ സൂര്യനെ പോലെ പ്രകാശിക്കുവാനായിട്ട് പോകുന്നു. ये जो बीज हैं, वे आने वाले समय में सूर्य के समान चमकेंगे। ഇതിന്റെ നടുഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെ ഇരിക്കും: ഈ വിത്തിനെ കർത്താവ് എടുത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക. इसके बीच में इस प्रकार लिखा है, आप ऐसा सोचिए, इस बीज को अगर परमेश्वर ने उठाया नहीं होता, അങ്ങനെയാണെങ്കിൽ 40-ാം വാക്യത്തിനനുസരിച്ച് എന്താ സംഭവിക്കേണ്ടത്? തീയിലിട്ട് ചുട്ടുകളയുമായിരുന്നു. जिस प्रकार 40 पद में हम पढ़ते हैं, वे बटोर कर जला दिए जाते। തീയിലിട്ട് ചുട്ടാൽ എന്നാ സംഭവിക്കും? കറുത്തുപോകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. अगर हमें उस आग में डालकर जला दिया जाए तो हम पूर्ण रूप से हमारा अंत हो जाएगा। നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടുന്ന ഭാവി എന്ന് പറയുന്നത്, നരകത്തിൽ നരകയാതന അനുഭവിച്ച് നാം എപ്പോഴും അവിടെ കിടന്ന് നിലവിളിച്ച് സൂര്യനെ പോലെ പ്രകാശിക്കുന്നതിന് പകരം അവിടെ ഇരുണ്ട അവസ്ഥയിൽ ജീവിച്ച് യാതൊന്നും കാണുവാൻ കഴിയാതെ കഴിയേണ്ടുന്ന ഒരു വലിയ അവസ്ഥ മാറ്റിയിട്ട് ഇപ്പോൾ കർത്താവ് പറയാണ്, ഇവർക്ക് ഞാൻ ഒരു തേജസ് നൽകും. हम जो कि नरक की ओर जा रहे थे, वहां पर चीख कर चिल्लाकर जलते उस अवस्था में अपने उस नाश की तरफ जाते हुए लोगों को परमेश्वर ने वहां से उठाकर सूर्य के समान चमका दिया है। ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദാനിയേൽ പറയുന്നുണ്ട്, बुद्धिमानमार आरे पोलेयागुम सूर्यने पोले प्रकाशिकुम। दानियल की पुस्तक में इस प्रकार पढ़ते हैं, जो बुद्धिशाली हैं वो सूर्य के समान चमकेंगे। बुद्धिमानमार മാത്രമല്ല, അവിടെ അദ്ദേഹം പറയുന്നത് ബുദ്ധിമാന്മാരും അനേകരെ നീതിയിലേക്ക് നടത്തുന്നവരും അവരെന്ത് ചെയ്യും? സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു സമയമുണ്ട്. बुद्धिमान लोग ही नहीं, जो अनेक लोगों को उस धर्मी अवस्था की तरफ लेकर आते हैं, वो सब सूर्य के समान चमकेंगे। ഇവിടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി ഹോമിക്കുന്ന ആളുകൾക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന ഭാവി എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്താണ് ആ ഭാവി? ഫിലിപ്പി ലേഖനം 3:21 എന്താ കർത്താവ് പറയുന്നത്? അവന്റെ ശരീരത്തോട് അനുരൂപമായി നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ മാറ്റുമ്പോഴാണ് ആ ശോഭ നാം പൂർണ്ണമായിട്ട് അണിയുന്നത്. हम जब परमेश्वर के लिए इस संसार में जीते हैं या फिर परमेश्वर के लिए पूर्ण रूप से समर्पित करते हैं, जिस प्रकार हम फिलिप्पी की पत्री 3 अध्याय 21 पद में पढ़ते हैं, हम अपने उस शरीर को रूपांतर पाते हुए हम उसके स्वरूप में हो जाएंगे। കർത്താവിന്റെ വ്യാപാര ശക്തി പൂർണ്ണമായി നമ്മിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ശരീരത്തെ മാറ്റുന്നത് അന്നാണ്. परमेश्वर पूर्ण रूप से हमें कार्य कर कर हमारे इस शरीर को रूपांतरित कर देगा। കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമായ ഒരു ശ്രേഷ്ഠകരമായ ശരീരം ഞാനും നിങ്ങളും പ്രാപിക്കും. उस प्रभु के शरीर के अनुरूप एक बहुत ही श्रेष्ठ शरीर हम सब भी पाएंगे। ഒരിക്കലും നശിക്കുകയില്ലാത്ത ഒരു ശരീരം, ऐसा शरीर जो नश्वर है, കർത്താവിനോട് അനുരൂപമായ ഒരു ശരീരം, ऐसा शरीर जो कि परमेश्वर के अनुरूप है, जो कि नष्ट नहीं होता। അങ്ങനെ ഒരു ശരീരം മാത്രമല്ല, അവനോട് കൂടെ നിത്യത മുഴുവൻ വസിക്കുവാനുള്ള ഭാഗ്യമാണ് ഈ വിത്തിന് ദൈവം നൽകുന്നത്. केवल उसका शरीर ही नहीं, उसके साथ युगानुयुग वास करने का एक अवकाश भी परमेश्वर हमें देता है।
എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായത്, കർത്താവേ, ഇങ്ങനെ ഒരു വിത്തായി മാറുവാനാണല്ലോ അങ്ങനെ വിളിച്ചത്. प्रियजनों, पिछले दिनों जब इस बात से मैं मनन कर रहा था, मुझे बहुत खुशी हुई। परमेश्वर इस प्रकार से एक बीज बनाने के लिए परमेश्वर ने मुझे चुन लिया। അവിടെ ഞാൻ മനസ്സിലാക്കി, കർത്താവേ, ഞാൻ അങ്ങേ തെരഞ്ഞെടുത്തതല്ല, ഞാൻ അതിനുവേണ്ടി ഒരിക്കലും വന്നിട്ടില്ല. मैं इस बात को समझ लिया कि परमेश्वर मैंने आपको चुना नहीं, मैं उसके लिए कभी आगे नहीं बढ़ा। അങ്ങ് എന്റെ അടുക്കിലേക്ക് വന്നു, आप मेरे पास आए, അങ്ങ് എന്നെ അങ്ങയുടെ കൈകളിൽ എടുത്തു, अपने हाथों में मुझे उठा लिया, ആ കയ്യിൽ എനിക്ക് സുരക്ഷിതത്വം നൽകി, उस हाथों में मुझे सुरक्षा दी, ആരെ കൊണ്ടും എന്നെ തൊടുവാൻ സമ്മതിക്കാതെ ദീർഘകാലം ഇവിടെ പുലർത്തി. बहुत अनेक समय तक मुझे उस हाथों में आपने संभाल कर रखा, कोई मुझे छू ना पाया। ഈ ലോകത്തിൽ തന്നെ എന്നെ വീണ്ടും നിർത്തി ശുശ്രൂഷയ്ക്കായി, इस संसार में ही मुझे आपने लगाए रखा आपकी सेवकाई के लिए। അനേക ശുശ്രൂഷകൾ നമ്മളെ കൊണ്ട് കർത്താവ് ഇവിടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. परमेश्वर हम सबसे अनेक सेवकाइयां करवाते रहते हैं। നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ ആ നല്ല കർത്താവിന്റെ പാദപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. जब तक हमारे जीवन का अंत हो, उसके पैरों तले उसकी सेवकाई करने के लिए हम बुलाए गए हैं। കർത്താവിന്റെ ദാസൻ ചാൾസ്യാൻ എഴുതിയ ഒരു പാട്ടിൽ ഇങ്ങനെയുണ്ട്, ഒരു മെഴുകുതിരി കത്തിത്തീരുന്നത് പോലെ കർത്താവിനായിട്ട് ശോഭിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. परमेश्वर के दास चार्ल्स अंकल ने इस प्रकार लिखा है, जिस प्रकार एक मोमबत्ती जलकर नष्ट हो जाती है, जीरो हो जाती है, उस प्रकार हम भी, हमारा जीवन भी बुलाया गया। നമുക്കറിയാം, ഒരു മെഴുകുതിരി കത്തുമ്പോൾ മെഴുകുതിരിക്ക് യാതൊരു പ്രയോജനം അതുകൊണ്ടില്ല. हम जानते हैं, जब एक मोमबत्ती जलती है, उसके जलने से उस मोमबत्ती को कोई भी लाभ नहीं। അതിന്റെ ഉച്ചിയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. उसके सिर से वो जलना शुरू होती है। ഒരുപക്ഷെ അതിന് ജീവൻ ഉണ്ടെങ്കിൽ വേദനയിലൂടെ കടന്നു പോവുകയാണ്. अगर उसमें जीवन होता तो वो उस दर्द से होकर गुजरती है। അതിനെ കത്തിച്ചങ്ങോട്ട് വെക്കുന്ന ആ ദിവസം മുതൽ, ആ നേരം മുതൽ അത് തീരുന്നത് വരെ അതിനൊരു പ്രയോജനവുമില്ല. जिस क्षण से, जिस समय से लेकर उसको जलाया जाता है, उसके अंत तक उसमें कोई भी, उसको कोई लाभ नहीं। അതിന് പ്രയോജനം മുഴുവൻ തൊട്ടടുത്തിരിക്കുന്ന ആളിനാ. उसका जितना भी प्रयोग है उसके पास रहने वाले लोगों को है। അതുകൊണ്ട് അദ്ദേഹം എഴുതിയത്, ഈ ഭൂമി ഞാനൊരു മെഴുകുതിരി പോലെ ജീവിക്കുക. इसलिए उस परमेश्वर के दास ने लिखा, इस संसार में एक मोमबत्ती के समान मैं जीता हूं। കർത്താവിന് വേണ്ടി എരിഞ്ഞു തീരുവാൻ, परमेश्वर के लिए जलकर खत्म होने के लिए, സ്വയമായ യാതൊരു പ്രയോജനത്തിനും വേണ്ടിയല്ല, मेरे अपने स्वयं के किसी लाभ के लिए नहीं। വിളിച്ച കർത്താവിന്റെ പാദപീഠത്തിൽ അണയുന്നത് വരെ, ആ കത്തി തീരുന്നത് വരെ ആ തിരി യജമാനന് പ്രയോജനപ്പെടത്തക്ക നിലയിൽ ഈ ഭൂമിയിലായി തീരുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. जब तक मैं जलकर खत्म ना हो जाऊं उसके पैरों तले, तब तक मैं उस जलता रहूंगा अपने उस परमेश्वर की लाभकारी के लिए। യഥാ അതിന്റെ കാരണം, ഈ വിത്തിന് ദൈവം ഒരു അവസാനം വരുത്തുന്നുണ്ട്. क्या है इसका कारण? इस बीज का एक अंत भी परमेश्वर ने रखा है। കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന വിത്തുകളെ ദൈവം തന്നോട് സദൃശന്മാരാക്കുന്ന അതിമനോഹരമായ ഭാവി നമ്മുടെ മുമ്പിലുണ്ട്. जो बीज परमेश्वर के लिए जीते हैं, जो बीज परमेश्वर के लिए जलते हैं, उनके लिए बहुत ही अद्भुत एक भविष्य परमेश्वर ने रखा है। കർത്താവിന്റെ കൈകളിൽ വരാത്ത ആ മണികൾക്ക് അവർക്ക് ഒരു തീയുണ്ട്, എന്നാൽ അവരവിടെ ശോഭിക്കയില്ല. जो बीज परमेश्वर के हाथों में नहीं आए हैं, उनका भी एक भविष्य है, लेकिन उनका भविष्य इस प्रकार से चमकेगा नहीं। എന്നാൽ നാം ശോഭിക്കുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. लेकिन हमारे सामने एक ऐसा दिन है जब हम चमकने वाले हैं। ഈ ഭാഗ്യാവസ്ഥയിലേക്ക് വിളിച്ച കർത്താവിനെ നമുക്ക് സേവിക്കാം. इस सौभाग्य अवस्था की तरफ जिस परमेश्वर ने हमें बुलाया, उसकी सेवकाई हम करें। നമ്മൾ കണ്ട 5 കാര്യങ്ങളൊന്ന്, ഈ വിത്തിനെ നല്ലതാക്കിയത് നമ്മുടെ കർത്താവാണ്. हमने 5 बातों को देखा। सबसे पहली बात, इस बीज को अच्छा परमेश्वर ने बनाया है। അവിടെ ഇവിടെ കിടന്ന ആളുകളെ, ഒരു രൂപഗുണമില്ലാത്ത ആളുകളെ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ മുഴുവൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പെറുക്കിയെടുത്ത് കർത്താവ് തന്റെ കയ്യിലാക്കി. അപ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടായത്. जहाँ हम अलग अलग जगहों में ऐसे ही पड़े थे, कोई योग्यता नहीं, कोई खूबी नहीं, उन अवस्थाओं से परमेश्वर ने अपने हाथों में उठाकर हमें योग्य और अच्छा बनाया। 2, ആ വിത്തുകൾക്ക് കർത്താവ് പേരുകൾ നൽകി. दूसरी बात, उन बीजों को परमेश्वर ने नाम भी दिए हैं। ആ വിത്തുകളുടെ പേരാണ് പുത്രന്മാരും നീതിമാന്മാരും. उस बीज के नाम है परमेश्वर के पुत्र और धर्मी जन। ആ വിത്തിനെ ആക്കി വെച്ച ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗമാണ്. എന്നാൽ അവിടുന്ന് പിന്നെയും ഒരു സ്ഥലത്തോട്ടാക്കി, അതാണ് ഈ ലോകം എന്ന് പറയുന്നത്. उस बीज को परमेश्वर ने स्वर्ग स्थानों में बैठाया और फिर से वहां से उन बीजों को संसार की तरफ भी भेजा। സ്വർഗത്തിലെ വേലകൾ ചെയ്യുവാൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം.
एक ऐसी जगह है जहां पर स्वर्ग के कार्यों को करना है। സ്വർഗത്തിന്റെ പ്രതിനിധികളായിട്ട് വേല ചെയ്യുവാൻ ഒരു സ്ഥലം. स्वर्ग के उस रिप्रेजेंटेटिव के रूप में इस लोक में, इस संसार में भेजा। സ്വർഗീയന്മാരെ പോലെ ജീവിക്കുവാൻ ഒരു സ്ഥലം. एक ऐसी जगह है जहां पे स्वर्ग के लोगों की तरह जीना है। ഈ സ്ഥലത്ത് നമുക്ക് തന്നിരിക്കുന്ന സഭകൾ, നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ, നമുക്ക് തന്നിരിക്കുന്ന കുടുംബം, നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനാണ്. इस संसार में जो कलीसिया परमेश्वर ने दी है, जो परिवार परमेश्वर ने दी है, जो अनेक सेवकाइयां परमेश्वर ने दी है, वो सब उसके लिए हमें प्रयोजन में लेकर ആ आए। രാജ്യത്തിന് വേണ്ടിയാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. उस राज्य के लिए परमेश्वर ने हमें यहाँ रख छोड़ा है। ഒടുവിലാ നാം കണ്ടത് ഈ വിത്തിനൊരു നല്ല അവസാനമുണ്ട്. अंत में हमने देखा इस बीज का एक अंत बहुत ही शुभ है। സൂര്യനെ പോലെ പ്രകാശിക്കുന്ന, സൂര്യനെ പോലെ ശോഭയുള്ളവരായി ആ കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നവരാണ് നാം ഓരോരുത്തരും. सूर्य के समान चमकने वाले उस सूर्य के समान हम स्वर्ग की ओर जा रहे हैं। കർത്താവിനെ മഹത്വപ്പെടുത്താം. परमेश्वर की हम महिमा करें। ഇങ്ങനൊരു അവസരം തന്ന ദൈവസഭയുടെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടും. इस प्रकार जो अवसर मुझे दिया उस कलीसिया को मैं धन्यवाद देते हुए अपने शब्दों को रोकना चाहता हूँ।